നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളൊരു റയൽ മാഡ്രിഡ് ഫാനാണോ? എങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരാഴ്ച വരാനുണ്ടോ? വല്ലാത്തൊരു വീക്കാണ് ഇത് റയൽ മാഡ്രിഡ് ആരാധകർക്ക്. അവരുടെ ടീം കുതിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ആർച്ച് റിവൽസിന് പരാജയം രണ്ടു കൂടി ചേരുമ്പോൾ ഒരു കട്ട റയൽ മാഡ്രിഡ് ഫാനിന് സന്തോഷം കൊണ്ട് ഇരിക്കപ്പൊറുതിയില്ലാത്ത തുള്ളിച്ചാടേണ്ട ഒരാഴ്ചയാണ് ഈ കടന്നു പോകുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കാര്യത്തിലേക്ക് വരാം. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. അതും എവിടെ പോയിട്ട്? എത്തിഹാദിൽ പോയിട്ട്. എത്തിഹാദിൽ ഇതുവരെ റയൽ വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു ചരിത്രമുണ്ടായിരുന്നു. അതങ്ങ് മാറ്റിക്കൊടുത്ത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ച് കയറി ഇപ്പോഴിതാ സെമി ഫൈനലിലേക്ക് പോയിരിക്കുന്നു. വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു റിവഞ്ച് കൂടി അതിലുണ്ട്. അതേ സമയത്ത് തന്നെ അവരുടെ ആർച്ച് റിവൽസ് ആയിട്ടുള്ള FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അതും ആദ്യ ഭാഗത്തിൽ ജയിച്ചു നിന്ന ബാഴ്സ PSG തോറ്റു പുറത്തായി. തീർച്ചയായിട്ടും അതും വലിയ സന്തോഷം റയൽ ആരാധകർക്ക്. ആർച്ച് റിവൽസ് പുറത്തു പോകുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകും. ഇനി അതുകൊണ്ട് തീർന്നില്ലെന്നേ. സിറ്റി റിവൽസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് അവരും പുറത്തായി. അവരും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഡോട്ട്മുണ്ടിനോട് തോറ്റു പുറത്തായി. അപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മൊത്തത്തിൽ റയൽ ആരാധകർക്ക് സന്തോഷം കൊണ്ടുവന്നതാണ്. തൊട്ടു പിന്നാലെ എൽ ക്ലാസിക്കോ പോരാട്ടം. എൽ ക്ലാസിക്കോക്ക് ബാഴ്സലോണ വരുന്നത് ഒറ്റവേ മത്സരവും ഈ സീസണിൽ തോൽക്കാതെയാണ്. പക്ഷെ അത് സാന്റിയാഗോ ബെർണാബുവിൽ എത്തുന്നവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അൺബീറ്റൻ സ്ട്രീക്ക്. ബെർണാബുവിൽ 3-2 അവരെ പരാജയപ്പെടുത്തി ലാലിഗ കിരീടത്തിന് തൊട്ടരികിലേക്ക് റയൽ മാഡ്രിഡ് നടന്നുപോയി. 11 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ ബാഴ്സയെ വല്ലാത്ത രൂപത്തിൽ പുറകോട്ട് ചവിട്ടി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തള്ളി വിട്ടിട്ടുണ്ട് റയൽ മാഡ്രിഡ് എന്നർത്ഥം. അങ്ങനെ പറയുമ്പോൾ ഇതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള ഒരാഴ്ച റയൽ ആരാധകർക്ക് വരാനുണ്ടോ? വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.